ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുക നമ്മുടെ പ്ലസ് ടു ഫിസിക്സിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്ക് നമ്മുടെ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് ചാപ്റ്ററാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ടോപ്പിക്ക്, റീസെൻ്റ്ലി പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത ടോപ്പിക്കുമാണ്. സെക്കൻഡ് ഇയർ ഫിസിക്സിലെ തന്നെ വളരെ എളുപ്പമുള്ള ചാപ്റ്ററുകളിൽ ഒന്നാണ് സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ്. സെക്കൻഡ് ഇയർ ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ കറന്റ് ഇലക്ട്രിസിറ്റി, അവിടെ നമ്മൾ പഠിച്ച അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ചാപ്റ്ററിൽ അവിടെ പഠിച്ച അതേ ടൈംസ് ഒക്കെ തന്നെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ചെറിയൊരു വ്യത്യാസം, കറന്റ് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ ഡീൽ ചെയ്തത് പഠിച്ചത് കണ്ടക്ടേഴ്സിലെ കറന്റ് കണ്ടക്ഷൻ മെക്കാനിസത്തെ പറ്റിയാണ്. ഇവിടെ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുക സെമി കണ്ടക്ടേഴ്സിലെ കറന്റ് കണ്ടക്ഷൻ മെക്കാനിസം. സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മെറ്റീരിയൽസ് ആൻഡ് ഡിവൈസസ് എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര് NCERT-യിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് ബോർഡ് എക്സാമിനേഷന് വേണ്ടി ഒരുങ്ങുന്ന കുട്ടികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എപ്രകാരം സബ്ജക്റ്റീവ് തലത്തിൽ ആ ചോദ്യങ്ങൾക്ക് എപ്രകാരം നമുക്ക് സ്മാർട്ടായിട്ട് ആൻസർ കൊടുക്കാം എന്നൊക്കെയുള്ളതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് വഴി കാണേണ്ടത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: കാർബൺ ആൻഡ് സിലിക്കൺ ആർ നോൺ ടു ഹാവ് സിമിലർ ലാറ്റിസ് സ്ട്രക്ചർ. However, the four bonding electrons of carbon are present in second orbit, while those of silicon are present in third orbit. How does this difference result in a difference in their electrical conductivities? എന്നാണ് ചോദ്യം. അതായത് രണ്ട് എലമെന്റ്സ് ആ പറഞ്ഞിരിക്കുന്നത്, കാർബണും സിലിക്കണും. NCERT ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ടാണ്, അതിൻ്റെ കൂട്ടത്തിൽ ജർമേനിയം കൂടെ പറഞ്ഞാണ് ആ ക്വസ്റ്റ്യന് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എന്നാൽ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ജർമേനിയത്തെ പറ്റി പറഞ്ഞിട്ടില്ല. കാർബൺ സിലിക്കൺ രണ്ടിൻ്റെയും ലാറ്റിസ് സ്ട്രക്ചർ സെയിം ആണ് എന്നാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം. കെമിസ്ട്രി പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ സിലിക്കണും കാർബണും തമ്മിലുള്ള വ്യത്യാസം അറ്റോമിക് നമ്പറിൽ നിന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. സിലിക്കണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 14 നമ്മൾ പഠിച്ചിരുന്നു. ഇപ്പം സിലിക്കണിന്റെ അറ്റോമിക് നമ്പർ 14 Z = 14. കാർബണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. ഇനി ഇവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ആദ്യം നമുക്ക് സിലിക്കണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരുന്നു? 1s2, 2s2, 2p6, 6 4 10 ആയുള്ളൂ. ഇനി 4 എണ്ണം കൂടിയുണ്ട്, 3s2, 3p2. ആൻഡ് കാർബണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p2. തീർന്നു. ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാർബണിന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് എന്ന് പറയുന്നത് സിലിക്കണിൻ്റെത് തേർഡ് ഓർബിറ്റ് ആണ്. കാർബണിൻ്റെത് സെക്കൻഡ് ഓർബിറ്റ് ആണ്. സിലിക്കണിന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് തേർഡ് ഓർബിറ്റിൽ 4 ഇലക്ട്രോൺസ് ആണ് കാണപ്പെടുന്നത്. കാർബണിന്റെ കേസിൽ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് സെക്കൻഡ് ഓർബിറ്റ്, അവിടെയും കാണപ്പെടുന്നത് 4 ഇലക്ട്രോൺസ് ആണ്. ഇതാണ് ഇവ തമ്മിലുള്ള സിമിലാരിറ്റി. ഈ രണ്ട് എലമെന്റ്സിന്റെ റെസ്പെക്റ്റീവ് ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ കാണപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവരുടെ സ്ട്രക്ചറൽ ലാറ്റീസ് സെയിം ആയി വന്ന സ്ഥിതിക്ക് ഇവയുടെ കണ്ടക്ടിവിറ്റി എപ്രകാരം എന്ന കണ്ടക്ടിവിറ്റിയിൽ വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം? അത് ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നു. സെക്കൻഡ് ഓർബിറ്റിലാണ് 4 ബോണ്ടിങ് ഇലക്ട്രോൺസ്. അത് ആരുടെ കേസിൽ? കാർബണിന്റെ കേസിൽ. സിലിക്കണിന്റെ കേസിൽ അത് ഏത് ഓർബിറ്റിലാണ്? തേർഡ് ഓർബിറ്റിലാണ്. നമുക്ക് ആ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇതാ നമ്മുടെ സിലിക്കണിന്റെ ഓർബിറ്റൽ ഡയഗ്രാം, തൊട്ടുപിറകെ കാർബണിന്റെ ഓർബിറ്റൽ ഡയഗ്രാം. അതിൽ ആദ്യം സിലിക്കൺ ന്യൂക്ലിയൈ, ഫസ്റ്റ് ഓർബിറ്റ്, സെക്കൻഡ് ഓർബിറ്റ്, തേർഡ് ഓർബിറ്റ്. അതിൽ മൂന്നാമത്തെ ഓർബിറ്റ് ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ്. അവിടെയാണ് 4 വാലൻസ് ഇലക്ട്രോൺ. ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ കാണപ്പെടുന്ന ഇലക്ട്രോണുകളുടെ പേരാണ് വാലൻസ് ഇലക്ട്രോൺ. എന്നാൽ കാർബണിന്റെ കേസിൽ കാർബൺ ന്യൂക്ലിയൈ, ഫസ്റ്റ് ഓർബിറ്റ്, സെക്കൻഡ് ഓർബിറ്റ്. അതിൽ സെക്കൻഡ് ഓർബിറ്റിലാണ് 4 വാലൻസ് ഇലക്ട്രോൺ ഇരിക്കുക. അപ്പോൾ കാർബണിന്റെ ഓർബിറ്റൽ ഡയഗ്രാം നമ്മൾ കണ്ടു. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ന്യൂക്ലിയസും ഓർബിറ്റിൽ കാണപ്പെടുന്ന ഇലക്ട്രോണും, ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ്, ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ്. അപ്പോൾ ന്യൂക്ലിയസിന്റെ പോസിറ്റീവ് ചാർജ് ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജും തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അത് ഓർബിറ്റ് അകലും തോറും ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുന്നു. അപ്പോൾ ഈ രണ്ട് എലമെന്റ്സ് കമ്പയർ ചെയ്യുമ്പോൾ ഏത് എലമെന്റിലെ വാലൻസ് ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ
കുറവ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എളുപ്പം ആ പിക്ചർ നോക്കുമ്പോൾ തന്നെ ഐഡിയ കിട്ടി. തേർഡ് ഓർബിറ്റിൽ കാണപ്പെടുന്ന ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഏറ്റവും കുറവ്. എന്നിരുന്നാൽ ഏറ്റവും എളുപ്പത്തിൽ ഇലക്ട്രോണെ ഫ്രീ ആക്കാൻ സാധിക്കുന്നത് ഈ ഏറ്റവും കുറവ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ള ഇലക്ട്രോണെയാണ്. അത് ആരുടെ കേസിലാണ്? സിലിക്കന്റെ കേസിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഏറ്റവും എളുപ്പത്തിൽ കുറച്ച് എനർജി കൊടുക്കുമ്പോൾ തന്നെ ഇലക്ട്രോണെ ഫ്രീ ആക്കാൻ സാധിക്കുന്നത് സിലിക്കണിലായതുകൊണ്ട് കണ്ടക്ടിവിറ്റി സ്വാഭാവികമായിട്ട് കൂടുതൽ ആരിലെ ഇലക്ട്രോൺ ആയിരിക്കും ഉണ്ടാവുക? സിലിക്കണിലെ ഇലക്ട്രോൺ ആയിരിക്കും ഉണ്ടാവുക. ഇത്രയും വസ്തുതകൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, നൗ അവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ. എ പീസ് ഓഫ് കോപ്പർ ആൻഡ് അതർ ഓഫ് ജർമേനിയം ആർ കോൾഡ് ഫ്രം റൂം ടെമ്പറേച്ചർ ടു 80 കെൽവിൻ എന്നാണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് റൂം ടെമ്പറേച്ചർ അത് നമുക്കറിയാവുന്ന കാര്യമല്ലേ. റൂം ടെമ്പറേച്ചർ എത്രയാണ്? 27 ഡിഗ്രി സെൽഷ്യസ്. പക്ഷെ ഇവിടെ 80 കെൽവിൻ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആ SI യൂണിറ്റിൽ മാറ്റാം. എത്ര വരും? 300 കെൽവിൻ ആണ്. അപ്പൊ 300 കെൽവിനിൽ നിന്ന് 80 കെൽവിനിലേക്ക് ടെമ്പറേച്ചർ കുറച്ചു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ കോപ്പറിന്റെയും ജെർമേനിയത്തിന്റെയും റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. അപ്പൊ കോപ്പർ എന്ന് പറയുന്നത് കണ്ടക്ടർ ആണ് എന്നുള്ളതും ജെർമേനിയം എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ ആണ് എന്നുള്ള വസ്തുതയും നമുക്കറിയാവുന്നതാണ്. കോപ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് Cu, ജെർമേനിയത്തെ റെപ്രസെന്റ് ചെയ്യുന്നത് Ge. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ റെസിസ്റ്റൻസും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ കണ്ടക്ടേഴ്സിന്റെ കേസിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻ കേസ് ഓഫ് കണ്ടക്ടർ എങ്ങനെയാണ്? റെസിസ്റ്റൻസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ബട്ട് ഇൻ കേസ് ഓഫ് സെമി കണ്ടക്ടറിന്റെ കേസിലോ റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസ് കണ്ടക്ടർ, അതാരാണ്? കോപ്പറിന്റെ റെസിസ്റ്റൻസും ടെമ്പറേച്ചറും നമ്മൾ ഇവിടെ നോക്കുമ്പോൾ 300 കെൽവിനിൽ നിന്ന് 80 കെൽവിനിലേക്ക് മാറുകയാണ് ടെമ്പറേച്ചർ. എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കുറയുകയാണ് ചെയ്യുക. അപ്പൊ ടെമ്പറേച്ചർ കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് കോപ്പറിന്റെ റെസിസ്റ്റൻസ് കുറയും. എന്നാൽ സെമി കണ്ടക്ടറായ ജെർമേനിയം റെസിസ്റ്റൻസും ടെമ്പറേച്ചറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ടെമ്പറേച്ചർ കുറയുമ്പോൾ ജെർമേനിയത്തിന്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. അങ്ങനെയെങ്കിൽ കറക്റ്റ് ഓപ്ഷൻ ഏത്? റെസിസ്റ്റൻസ് ഓഫ് കോപ്പർ വിൽ ഡിക്രീസ് വൈൽ ദാറ്റ് ഓഫ് ജെർമേനിയം വിൽ ഇൻക്രീസ്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. നമ്മുടെ ബോർഡ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ വിവിധ എൻട്രൻസ് പരീക്ഷകളിൽ ഈ മാതൃകയിലെ ചോദ്യം അത് കോപ്പറിന്റെ സ്ഥാനത്ത് ചിലപ്പം അലുമിനിയം പറയും, ജെർമേനിയത്തിന്റെ സ്ഥാനത്ത് ചിലപ്പോൾ സിലിക്കൺ പറയും. അങ്ങനെയുള്ള വ്യത്യാസം. അപ്പൊ അവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ടത് നൽകിയിരിക്കുന്ന മെറ്റല് അത് എലമെന്റ് കണ്ടക്ടർ ആണോ സെമി കണ്ടക്ടർ ആണോ എന്ന് തിരിച്ചറിഞ്ഞു വേണം ഈ ക്വസ്റ്റിനെ ഹാൻഡിൽ ചെയ്യുവാൻ. അടുത്ത നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എ മെറ്റൽ ആൻഡ് ആൻ ഇൻസുലേറ്റർ ഓൺ ദി ബേസിസ് ഓഫ് എനർജി ബാൻഡ് ഡയഗ്രാം. അപ്പൊ എനർജി ബാൻഡ് ഡയഗ്രാമത്തെ അടിസ്ഥാനമാക്കി മെറ്റലിനെയും ഇൻസുലേറ്ററിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യുക. സോ എനർജി ബാൻഡ് ഡയഗ്രാം നമുക്കറിയാവുന്നതുപോലെ 2 എനർജി ബാൻഡുകൾ ഉണ്ടല്ലേ. വാലൻസ് ബാൻഡ് ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്. ബോട്ടത്തിൽ കാണപ്പെടുന്നത് വാലൻസ് ബാൻഡ്, ടോപ്പിൽ കാണപ്പെടുന്നത് കണ്ടക്ഷൻ ബാൻഡ്. നമ്മുടെ കണ്ടക്ടേഴ്സിന്റെ കേസിൽ ആദ്യം നമ്മൾ കണ്ടക്ടേഴ്സിന്റെ കേസാണ് പരിചയപ്പെടാൻ പോകുന്നത്. കണ്ടക്ടേഴ്സിന്റെ കേസിൽ വാലൻസ് ബാൻഡിന്റെ പകുതി ഫിൽഡ് ആണ്. കണ്ടക്ടേഴ്സിന്റെ കേസിലാണ് വാലൻസ് ബാൻഡിന്റെ പകുതി ഇവിടെ ഫിൽഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പകുതി ഫിൽഡ് ആണ്. കണ്ടക്ഷൻ ബാൻഡിന്റെയും പകുതി ഫിൽഡ് ആണ്, പകുതിയെ ഫിൽഡ് ആയിട്ടുള്ളത്. ഇപ്പൊ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ബോത്ത് ആർ പാർഷ്യലി ഫിൽഡ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, ആ കണ്ടക്ഷൻ ബാൻഡിന്റെ പകുതി ഫിൽഡ് ആയിരിക്കുന്ന റീജിയൻ വാലൻസ് ബാൻഡിന്റെ അൺഫിൽഡ് ആയിരിക്കുന്ന റീജിയനിലായിരുന്നെങ്കിലോ, അങ്ങനെ ചിന്തിക്കും. ആയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. കണ്ടക്ഷൻ ബാൻഡിന്റെ ലോവർ മോസ്റ്റ് എനർജി ലെവലിനെ EC എന്നും വാലൻസ് ബാൻഡിന്റെ ടോപ്പ് മോസ്റ്റ് എനർജി ലെവലിനെ EV എന്നും റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ കണ്ടക്ഷൻ ബാൻഡിലെ ആ ഫിൽഡ് ആയിരിക്കുന്ന റീജിയൻ വാലൻസ് ബാൻഡിലെ അൺഫിൽഡ് ആയിട്ടുള്ള റീജിയനിലേക്ക് വന്നിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ
സംഭവിക്കുക ഇതേ ഇപ്രകാരം ആ വാലൻസ് ബാൻഡ് ഇങ്ങനെ നിൽക്കും. വാലൻസ് ബാൻഡിൻ്റെ പകുതി ഓൾറെഡി ഫിൽഡാണ്, അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. വാലൻസ് ബാൻഡിൻ്റെ ടോപ്പ് മോസ്റ്റ് എനർജി ലെവൽ EV, അതിനുള്ളിലേക്ക് കണ്ടക്ഷൻ ബാൻഡ് ഇറങ്ങി വരുമ്പോൾ EVയെ ഓവർകം ചെയ്ത് EC ഓവർലാപ്പ് ചെയ്ത് കയറി വരും. അതിൻ്റെ അർത്ഥം നമ്മൾ പറയുകയാണ്, ഇൻ കേസ് ഓഫ് കണ്ടക്ടർ കണ്ടക്ഷൻ ബാൻഡ് ഈസ് ഓവർലാപ്ഡ് ഇൻടു വാലൻസ് ബാൻഡ്. കണ്ടക്ഷൻ ബാൻഡ് വാലൻസ് ബാൻഡിനുള്ളിലേക്ക് ഓവർലാപ്പ് ചെയ്തതിനാൽ ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറയുന്നത് EG വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇതാണ് കണ്ടക്ടേഴ്സിന്റെ കേസിലെ എനർജി ബാൻഡ് ഡയഗ്രാം. രണ്ട് രീതിയിലും പറയാം കേട്ടോ. ഒന്നാമത്തേത് എനർജി ബാൻഡ് ഡയഗ്രാം ഇൻ കേസ് ഓഫ് കണ്ടക്ടർ ബോത്ത് വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ആർ പാർഷ്യലി ഫിൽഡ് ഓർ ബോത്ത് ആർ പാർഷ്യലി എംപ്റ്റി എന്നും പറയാം. രണ്ടാമത്തേത് ഇൻ കേസ് ഓഫ് കണ്ടക്ടർ CB conduction band is overlapped or merged into valence band. So their separation energy gap, that is band gap energy, that becomes 0. ഇതാണ് കണ്ടക്ടർ. ഇനിയുണ്ട് ഇൻസുലേറ്ററിന്റെ കേസിൽ പ്രകാരം അവിടെയും ഇതേപോലെ തന്നെ വാലൻസ് ബാൻഡ് കണ്ടക്ഷൻ ബാൻഡ് അവ തമ്മിലുള്ള എനർജി ഗ്യാപ്പ്. ആദ്യം വാലൻസ് ബാൻഡ്, ടോപ്പിൽ കണ്ടക്ഷൻ ബാൻഡ്. ബാൻഡ് ഗ്യാപ്പ് എനർജി നോക്കിക്കേ, ഇവ തമ്മിലുള്ള ബാൻഡ് ഗ്യാപ്പ് എനർജി വാല്യൂ EG. ഇതിൽ വാലൻസ് ബാൻഡ് ഫിൽഡ് ആയിരിക്കും, കണ്ടക്ഷൻ ബാൻഡോ എംപ്റ്റി ആയിരിക്കും ഇൻസുലേറ്ററിന്റെ കേസിൽ. ആൻഡ് ബാൻഡ് ഗ്യാപ്പ് എനർജി ദാറ്റ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പൊ ബാൻഡ് ഗ്യാപ്പ് എനർജി വാല്യൂ 0 ഇലക്ട്രോൺ വോൾട്ട് ആണ് എങ്കിൽ അത് കണ്ടക്ടറും, ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ ഇൻസുലേറ്ററും. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യമുണ്ട്, ഈ ബാൻഡ് ഗ്യാപ്പ് എനർജി വാല്യൂ ലൈസ് ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 3 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ടും 0യ്ക്ക് മുകളിലുമായിട്ടാണ് ബാൻഡ് ഗ്യാപ്പ് എനർജി എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേരാണ് സെമി കണ്ടക്ടർ. So semiconductors are the materials, their conductivity lies in between insulator and conductor. Conductivity lies in between എന്നാണ് പറഞ്ഞത്. And band gap energy value which is greater than that of conductor and less than that of insulator. ഈ രണ്ട് പോയിന്റുകൾ സെമി കണ്ടക്ടറിനെ അടിസ്ഥാനമാക്കി ഇതിനോട് കണക്ട് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കുക. Now our next question, find the maximum wavelength electromagnetic radiation which can create a whole electron pair in germanium. The band gap in germanium is 0.65 electron volt. ഇതാണ് നമ്മളുടെ ചോദ്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ എനർജിയും വേവ്ലെങ്തും തമ്മിലുള്ള റിലേഷൻ. എനർജി E is equal to hc divided by lambda. H Planck's constant at its value is 6.6 into 10 raised to minus 34. C speed of light value 3 into 10 raised to 8. അപ്പോൾ ഈ Planck's constant 6.6 into 10 raised to minus 34 സ്പീഡ് ഓഫ് ലൈറ്റ് 3 into 10 raised to 8 മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡഡ് ബൈ ലാംഡ. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ അപ്രോക്സിമറ്റ്ലി ഈക്വൽ ടു 2 into 10 raised to minus 25 ആണ്. ഡിവൈഡഡ് ബൈ ലാംഡ. ഈ എനർജി വാല്യൂ നമുക്ക് കിട്ടുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. ഈ ജൂളിലെ എനർജി വാല്യൂവിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റാൻ ഡിവൈഡഡ് ബൈ 1.6 into 10 raised to minus 19. അത് 1 ജൂൾ. Electron volt conversion, 1 electron volt equal to 1.6 into 10 raised to minus 19 joule. So joule equal to 1 by 1.6 into 10 raised to minus 19. അപ്പം നമ്മൾ ഡിനോമിനേറ്ററിൽ അതിട്ടങ്ങ് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ശ്രദ്ധിക്കാം, 1240 ഡിവൈഡഡ് ബൈ ലാംഡ ഇൻറ്റു 10 raised to minus 9. അതിന് ലാംഡയെ നാനോമീറ്ററിൽ എക്സ്പ്രസ് ചെയ്താൽ മതി. ദാറ്റ് മച്ച് ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഷോർട്ട് കട്ട് ഫോർമുല, ദി എക്സ്പ്രഷൻ ഓഫ് എനർജി വാല്യൂ ഇൻ ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഈക്വൽ ടു 1240 ഡിവൈഡഡ് ബൈ ലാംഡ എക്സ്പ്രസ്ഡ് ഇൻ നാനോമീറ്റർ. ഇതാണ് ഷോർട്ട് കട്ട് ഫോർമുല. അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വേവ് ലെന്ത് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഫ്രം ദിസ് ഇക്വേഷൻ ലാംഡ ഈസ് ഈക്വൽ ടു 1240 divided by
എനർജി ഇൻ ഇലക്ട്രോൺ വോൾട്ട്. ഇവിടെ എനർജി ബാൻഡ് ഗ്യാപ്പ് എനർജി. സോ ഇലക്ട്രോൺ വോൾട്ടിലാണ് എനർജി എങ്കിൽ വേവ് ലെങ്ത് കിട്ടുന്നത് നാനോമീറ്ററിലാണ്. അപ്പോൾ ഒറ്റയടിക്ക് സ്റ്റെപ്പ് കഴിഞ്ഞു. 1240 ഡിവൈഡഡ് ബൈ എനർജി വാല്യൂ 0.65 ഇലക്ട്രോൺ വോൾട്ടിൽ. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 1907. സോ 1907 യൂണിറ്റ് എന്തിലാണ്? ലാംഡ ഇൻ നാനോമീറ്റർ, വിച്ച് ഈസ് ഇക്വലന്റ് ടു ലാംഡ ഈക്വൽ ടു 1907 നാനോമീറ്റർ. അതാണ് ക്വസ്റ്റിന്റെ ആൻസർ. ഓക്കെ, നൗ അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The electrical conductivity of semiconductor increases when electromagnetic radiation of wavelength shorter than 2800 nanometer is incident on it. നമ്മോടുള്ള ചോദ്യം, the band gap in electron volt for the semiconductor is. ഇവിടെ ബാൻഡ് ഗ്യാപ്പ് എനർജി കണ്ടുപിടിക്കണം. വേവ് ലെന്ത് തന്നിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് മുന്നിൽ കണ്ട ക്വസ്റ്റിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. നമുക്ക് ആ സെയിം ഫോർമുല തന്നെ. എനർജി ഇൻ ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഈക്വൽ ടു 1240 ഡിവൈഡഡ് ബൈ ലാംഡ ഇൻ നാനോമീറ്റർ, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1240 ഡിവൈഡഡ് ബൈ 2800. 0 പോയി 124/280. ഇത് സോൾവ് ചെയ്യുമ്പം കിട്ടുന്ന വാല്യൂ ആണ് 0.44. ബാൻഡ് ഗ്യാപ്പ് എനർജി ഏത് യൂണിറ്റിലാണ്? ഇലക്ട്രോൺ വോൾട്ടിൽ. ഇതിനോട് അടുത്ത് കിടക്കുന്ന വാല്യൂ ഓപ്ഷൻ 1 ആണല്ലേ, 0.5 ഇലക്ട്രോൺ വോൾട്ട്. സോ ദി ആൻസർ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് ഇത് കൊണ്ടുവെക്കാം, 0.5 ഇലക്ട്രോൺ വോൾട്ട് ഓപ്ഷൻ. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Semiconductor, p-type semiconductor, which of the following statement is true എന്നാണ് നമ്മോടുള്ള ചോദ്യം. p-type semiconductor എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, അപ്പോൾ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. നമുക്കറിയാം, സ്ട്രക്ചറിനെ അടിസ്ഥാനമാക്കി സെമി കണ്ടക്ടേഴ്സിനെ 2 ഗ്രൂപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. അതിൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്യുവർ ആയിരിക്കുന്ന സെമി കണ്ടക്ടർ ആണ്. അങ്ങനെ പ്യുവർ ആയിരിക്കുന്ന സെമി കണ്ടക്ടേഴ്സ് ആണ് സിലിക്കണും ജെർമേനിയം, ടെലൂറിയം, സെലീനിയം ഒക്കെ. അതിൽ നമ്മൾ +2 ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടുന്നത് സിലിക്കണെയും ജെർമേനിയത്തെയും പറ്റിയാണ്. അവയുടെ പ്രത്യേകത എന്താണ്? അവയുടെ റെസ്പെക്റ്റീവ് ഔട്ടർമോസ്റ്റ് ഓർബിറ്റ്സിൽ കാണപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 4 2 കേസിലും. 4 valence electron each in their respective outermost orbits. So that electrons are known as valence electron. എത്രയാണ് വാലൻസി? 4 ആണ്. വാലൻസി 4 ആയതിനാൽ ഈ എലമെന്റ്സിനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ടെട്രാവാലൻ എലമെന്റ്സ്. അപ്പൊ ടെട്രാവാലന്റ് ആണ് ഈ സിലിക്കണും ജെർമേനിയവും. അപ്പൊ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന്റെ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ടെട്രാവാലന്റ് ആണ്. All intrinsic semiconductors are tetravalent. എന്നാൽ ഇങ്ങനെ പറയുകയാണ് കേട്ടോ, all tetravalent elements are not intrinsic. അതും ഓർത്തിരിക്കണം. എല്ലാ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ടെട്രാവാലന്റ് ആണ്. എന്നിരുന്നാലും എല്ലാ ടെട്രാവാലന്റും ഇൻട്രിൻസിക് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഓർത്തിരിക്കുക. ഇനി ഇങ്ങനെയുള്ള ടെട്രാവാലന്റ് എലമെന്റ്സില് ഇലക്ട്രോണ് നമ്മൾ ആ ഒരു ബോണ്ടിങ് സ്ട്രക്ചർ വെച്ചുള്ള ഡയഗ്രാം നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, ആ ലാറ്റീസ്, അത് സിലിക്കൺ ആയിക്കോട്ടെ ജെർമേനിയം ആയിക്കൊള്ളട്ടെ, ആ ലാറ്റീസിൽ ഒരു ഇലക്ട്രോൺ പോലും ഫ്രീ ആയിട്ടുണ്ടാവില്ല. ഇപ്പൊ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ ഫ്രീ ഇലക്ട്രോൺസ് ഒന്നും ഇല്ലാത്തതിനാൽ ഇവന്മാര് അറ്റ് അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ 0 കെൽവിനില് ഇലക്ട്രോൺ ഒന്നും ഫ്രീ ഇല്ലാത്തത് കൊണ്ട് ഈ സെമി കണ്ടക്ടേഴ്സ് ഇൻസുലേറ്റർ ആയിട്ട് ബിഹേവ് ചെയ്യും. എന്തായിട്ടാണ്? ഇൻസുലേറ്റർ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഈ സെമി കണ്ടക്ടറിൽ നിന്ന് ഇലക്ട്രോണെ കിട്ടിയേ മതിയാവുക. അപ്പൊ എന്ത് ചെയ്യും? ഈ ബോണ്ടിങ് ഈ ഐഡന്റിക്കൽ ആയിട്ടുള്ള ആറ്റംസ് തമ്മിലുള്ള മ്യൂച്വൽ എഗ്രിമെന്റ് നടത്തിയാണ് ഇവന്മാര് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അവരുടെ മ്യൂച്വൽ എഗ്രിമെന്റിനെ അങ്ങ് പൊട്ടിച്ച് കളഞ്ഞാൽ മതി. അതിനെന്ത് ചെയ്യും? എക്സ്റ്റേണൽ ആയിട്ട് എനർജി പ്രൊവൈഡ് ചെയ്യും ആ ബോണ്ടിങ്ങിനെ തകർക്കാൻ വേണ്ടി. അങ്ങനെ എക്സ്റ്റേണൽ ആയിട്ടുള്ള എനർജി കൊടുക്കുന്നത് ഹീറ്റിന്റെ രൂപത്തിലാണ്.
ഇപ്പം സെമി കണ്ടക്ടേഴ്സിന് ചൂടാക്കുമ്പോൾ തെർമൽ എനർജി കൊടുക്കുമ്പോൾ ഒരു സഫിഷ്യൻ ടെമ്പറേച്ചറിൽ, അത് റൂം ടെമ്പറേച്ചർ ആയിരുന്നു കേട്ടോ, 300 കെൽവിനിലെത്തുമ്പോൾ കോവലൻ ബോണ്ട് ബ്രേക്ക് ആവും, അപ്പോൾ ഇലക്ട്രോൺ ഫ്രീ ആവും. അങ്ങനെയാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി കൂട്ടുന്നത് ബൈ ഹീറ്റിംഗ്. പക്ഷേ പ്രാക്ടിക്കലി ഈ പറഞ്ഞ ഈ ഒരു പ്രോസസ്സ് സെമി കണ്ടക്ടർ ചൂടാക്കി അവയുടെ കണ്ടക്ടിവിറ്റി കൂട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ മറ്റൊരു മെത്തേഡ് വഴി ഇങ്ങനെ പ്യുവർ ആയിരിക്കുന്ന ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി കൂട്ടി. എങ്ങനെ? പ്യുവർ ആയിരിക്കുന്ന സെമി കണ്ടക്ടേഴ്സിന് എന്ത് ചെയ്തു? ഇംപ്യുവർ ആക്കി. അതെന്ത് കാര്യം അല്ലേ? ഈ പ്യുവർ ആയിരിക്കുന്ന സാധനം അതിനെ പിടിച്ച് ഇംപ്യുവർ ആക്കുന്നു. പർപ്പസ് മറ്റൊന്നുമല്ല, അങ്ങനെ ഇംപ്യുവർ ആക്കി കഴിഞ്ഞാൽ അവയുടെ കണ്ടക്ടിവിറ്റിയിൽ വ്യത്യാസം വരും. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇംപ്യുവർ ആക്കിയത്. അങ്ങനെ ഇംപ്യുവർ ആക്കുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡോപ്പിംഗ്. എന്താണ് ഡോപ്പിംഗ്? ദി പ്രോസസ് ഓഫ് ആഡിങ് ഇംപ്യൂരിറ്റീസ് ഇൻടു ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. എന്തിനു വേണ്ടി? ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദെയർ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി. മക്കളെ, ഇതൊക്കെ ശ്രദ്ധിക്കണേ. ഓരോ പോയിന്റുകളും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ ക്യാപ്ചർ ചെയ്യുക, നോട്ട് ചെയ്തിരിക്കുക. നമ്മുടെ ബോർഡ് എക്സാമിനേഷന് ചോദ്യം വന്നാൽ അതിനും ഉത്തരം ഇതിനുള്ളിൽ ഉണ്ട്. അപ്പോൾ ഈ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യണമെന്നുള്ളത് പറഞ്ഞു. ആഡ് ചെയ്യപ്പെടേണ്ട ഇംപ്യൂരിറ്റീസിന്റെ പ്രത്യേകത എന്തായിരിക്കണം? ടെട്രാവാലന്റ് ആയിട്ടുള്ള എലമെന്റ്സിലേക്കാണ് ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നത്. ആഡ് ചെയ്യുന്ന ഇംപ്യൂരിറ്റീസിന്റെ പ്രത്യേകത ടെട്രാവാലന്റിൽ നിന്ന് ഒന്ന് കുറവ് ട്രൈവാലന്റ് എലമെന്റ്, അല്ലെങ്കിൽ ഒന്ന് കൂടുതൽ പെന്റാവാലന്റ് എലമെന്റ്സ്. ഇപ്പൊ 2 ടൈപ്പ് ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യും കേട്ടോ, ട്രൈവാലന്റ് ആൻഡ് പെന്റാവാലന്റ്. അങ്ങനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ഡോപ്പിംഗ്. ആഡ് ചെയ്യപ്പെടുന്ന ഇംപ്യൂരിറ്റീസിനെ വിളിക്കുന്ന പേര് ഡോപ്പാൻസ്. 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ട്രൈവാലന്റ് ഡോപ്പാൻസ്, മറ്റൊന്ന് പെന്റാവാലന്റ് ഡോപ്പാൻസ്. എന്താണ് ട്രൈവാലന്റ് ഡോപ്പാൻസ്? ട്രൈവാലന്റ് ഡോപ്പാൻസ് വാലൻസി 3. അങ്ങനെയുള്ള എലമെന്റ്സ് ഏതൊക്കെ? ട്രൈവാലന്റ് എലമെന്റ്സ് ഓർത്തേക്കണേ. അലുമിനിയം, ഇൻഡിയം, ഗാലിയം, ബോറോൺ, ഇതെല്ലാമാണ് ട്രൈവാലന്റ്. അടുത്തത് പെന്റാവാലന്റ് ഡോപ്പാൻസ് ഏതൊക്കെ? ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത്. 4 എലമെന്റ്സ്. പെന്റാവാലന്റ് 5 വാലൻസി. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് ട്രൈവാലന്റ് ഡോപ്പാൻസ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഫോം ചെയ്യുന്ന ഡോപ്ഡ് സെമി കണ്ടക്ടറിന് പറയുന്ന പേരാണ് പി ടൈപ്പ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. എന്നാൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് പെന്റാവാലന്റ് ഡോപ്പാൻസ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഫോം ചെയ്യുന്ന എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിന് പറയുന്ന പേരാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. ഇവിടെ നമ്മോടുള്ള ചോദ്യം, ഫോർ എ പി ടൈപ്പ് സെമി കണ്ടക്ടർ വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? പി ടൈപ്പിനെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടവ: ഒന്ന്, ഇൻട്രിൻസിക് ആയിരിക്കുന്ന സെമി കണ്ടക്ടറിലേക്ക് ആഡ് ചെയ്യുന്നത് ട്രൈവാലന്റ് ഇംപ്യൂരിറ്റീസ് ആണ്. അതങ്ങനെ ആഡ് ചെയ്താൽ അവിടെ ഹോൾസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക, മജോറിറ്റി. സോ മജോറിറ്റി കാരിയേഴ്സ് ആർ ഹോൾസ്. അപ്പൊ മൈനോറിറ്റി സ്വാഭാവികമായിട്ട് ഇലക്ട്രോൺസ് ആണ്. ഇപ്പൊ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറിനെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 വസ്തുതകളാണ് പറഞ്ഞത്. ഒന്ന്, ആഡ് ചെയ്യപ്പെട്ട ഇംപ്യൂരിറ്റീസ് എന്ന് പറയുന്നത് ട്രൈവാലന്റ് ആണ്. 2, ആ ഇംപ്യൂരിറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളത് അത് നമ്മൾ കണ്ടിരുന്നു. ഏതൊക്കെയാണ്? അലുമിനിയം, ഇൻഡിയം, ഗാലിയം, ബോറോൺ. ഈ 3 എലമെന്റ്സ് ആണ് എന്നുള്ളത് നമ്മൾ കണ്ടു. അടുത്തത് നമ്മൾ തിരിച്ചറിയേണ്ടത് മജോറിറ്റി ആയിട്ടുള്ള കാരിയേഴ്സ് ഹോൾസ്, മൈനോറിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. ഇത് പി ടൈപ്പ് ആവട്ടോ. ഇനി നമ്മൾ ഈ പറഞ്ഞ അത്രയും കാര്യങ്ങൾ അടിസ്ഥാനമാക്കി നൽകിയിരിക്കുന്ന ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ. ഒന്ന്, ഇലക്ട്രോൺസ് ആർ മജോറിറ്റി കാരിയേഴ്സ് ആൻഡ് ട്രൈവാലന്റ് ആറ്റംസ് ആർ ദി ഡോപ്പാൻസ്. രണ്ടാമത് പറഞ്ഞ കാര്യം വസ്തുത കുഴപ്പമില്ല, ട്രൈവാലന്റ് ആറ്റംസ് ആണ് ഡോപ്പാൻസ് ആയിട്ട്, അത് ഓക്കെയാണ്. പക്ഷെ ഇലക്ട്രോൺസ് അല്ല മജോറിറ്റി ഹോൾസ് ആണ്. ഹോൾസ് ആർ മജോറിറ്റി, ട്രൈവാലന്റ് ആറ്റംസ് ആർ ഡോപ്പാൻസ്. സോ ദി കറക്റ്റ് ആയിട്ടുള്ളത് ചോയ്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, എ ഡോണർ ഇംപ്യൂരിറ്റി.
റിസൾട്ട്സ് ഇൻ. ഈ നൽകിയിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ്? ഡോണർ. ഡോണർ എന്ന് പറഞ്ഞാൽ ഡൊണേറ്റ് ചെയ്യപ്പെടുന്നവ. ട്രൈവാലന്റ് ആണ് പെൻറ്റാവാലന്റ് ആണ് ഡൊണേറ്റ് ചെയ്യപ്പെടുന്ന? പെൻറ്റാവാലന്റ് അല്ല, പെൻറ്റ 5, 4 മതി, എന്നാൽ 5ാമതൊരെണ്ണത്തിന് എക്സ്ട്രാ ആയിട്ട് ഡൊണേറ്റ് ചെയ്യുന്നു. ഇപ്പൊ പെൻറ്റാവാലന്റ് ആണ് ഡോണർ ആറ്റംസ് ആയിട്ട് അറിയപ്പെടുന്നത്. അവ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവ ഡോണർ അയോൺസ് ആയിട്ട് മാറും. അപ്പൊ പെൻറ്റാവാലന്റ് ആറ്റംസ് ആണ് ഡോണർ ഇംപ്യൂരിറ്റി എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഫോം ചെയ്യുന്ന എക്സ്റ്റൻസീവ് സെമി കണ്ടക്ടർ ഏതാണ്? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. സോ ഡോണർ ഇംപ്യൂരിറ്റി റിസൾട്ട്സ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. ഡോണറിന് പകരം അക്സെപ്റ്റർ ഇംപ്യൂരിറ്റി അതാരാ? ട്രൈവാലന്റ്. അപ്പൊ അതെന്താ ഫോം ചെയ്യുന്നത്? പി ടൈപ്പ് സെമി കണ്ടക്ടർ. ട്രൈവാലന്റ് അക്സെപ്റ്റർ ഇംപ്യൂരിറ്റി എന്നായിരുന്നു ചോദ്യമെങ്കിൽ പി ടൈപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, an n-type semiconductor is formed by adding impurity materials. ഏതൊക്കെ? n-type. n-type എന്നാണോ പറഞ്ഞത്? അപ്പോൾ തന്നെ ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്തു എങ്ങനെയുള്ള എലമെന്റ്സ് ആണ് ആഡ് ചെയ്യേണ്ടത്? പെൻറ്റാവാലൻ എലമെന്റ്സ്. അപ്പൊ പെൻറ്റാവാലന്റ് ആയിട്ടുള്ളത് താഴെ തന്നിരിക്കുന്നത് ഏതൊക്കെയാ? ഫോസ്ഫറസ്, ആന്റിമണി, ആർസനിക്. സോ ദിസ് ഈസ് ദി കറക്റ്റ് ഓപ്ഷൻ, പെൻറ്റാവാലൻ എലമെന്റ്സ്. എങ്ങനെയാണ് എൻ ടൈപ്പ് ഫോം ചെയ്യുക? അടുത്ത, ഇൻ ആൻ എൻ ടൈപ്പ് സിലിക്കൺ വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? എൻ ടൈപ്പ് സിലിക്കണിൽ ഏതാണ് മച്ചൂരിറ്റി, ഏതാണ് മൈനോറിറ്റി, ആരാണ് ട്രൈവാലന്റ് ആണോ പെൻറ്റാവാലന്റ് ആണോ? യെസ്, പെൻറ്റാവാലൻ ആറ്റംസ് ആർ ഡോപ്പാൻസ്, അതൊക്കെയാണ്. ഹോൾസ് ആർ മൈനോറിറ്റി. യെസ്, ഹോൾസും മൈനോറിറ്റിയാണ്. രണ്ടാമത്തെ പെൻറ്റാവാലൻ ആറ്റംസ് ഓക്കെ, പക്ഷെ ഇലക്ട്രോൺസ് ആർ മൈനോറിറ്റി എന്ന് പറയുന്നത് തെറ്റി. ഇലക്ട്രോൺസ് ആർ മച്ചൂരിറ്റി എന്ന് പറഞ്ഞത് കറക്റ്റാണ്. ട്രൈവാലൻ ആറ്റംസ് അത് തെറ്റായി. ഹോൾസ് ആർ മച്ചൂരിറ്റി എന്ന് പറയുന്നത് തെറ്റാണ്. ട്രൈവാലന്റും തെറ്റ്. രണ്ടും കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ 1 മാത്രമേ ഉള്ളൂ. സോ ആൻസർ ബിക്കം 1. ഓക്കെ. Now next question, when n-type semiconductor is heated. n-type semiconductorനെ ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. n-type semiconductorനെ ചൂടാക്കിയാൽ സ്വാഭാവികമായിട്ട് ആ ഹീറ്റ് എനർജി ഉപയോഗിച്ച് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. ഇലക്ട്രോണുകളുടെ എണ്ണം കൂടിയാൽ ആ ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഓരോ ഇലക്ട്രോൺ കറസ്പോണ്ടിങ് ഓരോ ഹോളും ഫോം ചെയ്തുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രമാത്രം കൂടുന്നു അതിനാനുതാപികമായിട്ട് ഹോൾസിൻ്റെ എണ്ണം കൂടുന്നു. ആയതുകൊണ്ട് number of electrons and holes increases equally, so the semiconductors are electrically neutral. അത് എൻ ടൈപ്പ് ആയാലും പി ടൈപ്പ് ആയാലും എപ്രകാരമാണ് കേട്ടോ. സെമി കണ്ടക്ടേഴ്സ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും, ചൂടാക്കിയാലും അങ്ങനെ തന്നെ. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ, ഇഫ് mu E, mu H are electron and hole mobility, E be the applied electric field, the current density for intrinsic semiconductor is equal to. കറണ്ട് ഡെൻസിറ്റി കണ്ടുപിടിക്കാനാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പോൾ നമുക്ക് ഒരു ഡയഗ്രാം, ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ക്രിസ്റ്റൽ ബ്ലോക്ക് ഇവിടെ വരച്ച്, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആയതുകൊണ്ട് അതിനുള്ളിൽ ഇലക്ട്രോൺസും ഉണ്ട് ഹോൾസും ഉണ്ട്. നമുക്കറിയാം ഇവിടെ ഹോൾസ് ഉണ്ട് ഇലക്ട്രോൺസും ഉണ്ട്. ഓക്കെ, ഇതിൽ എക്രോസ് ആയിട്ട് നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുവാണെന്ന് വിചാരിക്കുക. കൊടുത്തു, ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു. അപ്പം ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മൂലം ഇലക്ട്രോൺസ് നെഗറ്റീവ് എൻഡിൽ നിന്ന് പോസിറ്റീവ് എൻഡിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങും. ആര് മൂവ് ചെയ്യും? ഇലക്ട്രോൺസ്. ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് മൂലം പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടാണ് ഇലക്ട്രോൺ കറണ്ട്, IE. അത് ഇലക്ട്രോൺ മൂവ്മെൻറ്റിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഈ പോസിറ്റീവ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മൂലം ഹോൾസും മൂവ് ചെയ്യാൻ തുടങ്ങും. അവന്മാരെവിടെ നിന്ന് എങ്ങോട്ടാ? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്, പോസിറ്റീവ് ചാർജുള്ള ഹോൾസ് മൂവ് ചെയ്യുന്നത്. ആ ഹോൾസിൻ്റെ മൂവ്മെൻറ്റ് മൂലം പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ഹോൾ കറണ്ട്, അത് പോസിറ്റീവ് കാരിയേഴ്സിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ
അപ്പം IEയുടെ ഡയറക്ഷനും IHൻ്റെ ഡയറക്ഷനും നമ്മൾ നോട്ട് ചെയ്തു. അങ്ങനെയാണ് എങ്കിൽ നമ്മളോട് പറയുകയാണ് ഈ സെമി കണ്ടക്ടറിൽ ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് വിച്ച് ഈസ് സം ഓഫ് ഇലക്ട്രോൺ കറണ്ട് ആൻഡ് ഹോൾ കറണ്ട് I is equal to IE plus IH. ഇലക്ട്രോൺ കറണ്ടിൻ്റെ ഡയറക്ഷനും ഹോൾ കറണ്ടിൻ്റെ ഡയറക്ഷനും സെയിം ആണ്. സോ രണ്ട് ഡയറക്ഷനും സെയിം. എവിടെ നിന്ന് എങ്ങോട്ടാ? പോസിറ്റീവ് ടു നെഗറ്റീവ്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് കറണ്ടിൻ്റെ എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി I is equal to NAEVD. അതാണ് പൈ എന്ന് പറയുന്നത് NE A into E into ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ പ്ലസ് NH A into E into ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഹോൾ. അങ്ങനെ എഴുതാമല്ലോ. എഴുതിയെന്ന് എഴുതി I equal to എഴുതിയ. നൗ ദി റേഷ്യോ I by A ഈക്വൽ ടു എങ്ങനെ എഴുതാം? A കോമൺ ആയല്ലേ, NE into E into VDE പ്ലസ് NH into A into E. A പോയി അല്ലേ, E into VDH. I by A അതിന് പറയുന്ന പേരല്ലേ കറണ്ട് ഡെൻസിറ്റി. സോ കറണ്ട് ഡെൻസിറ്റി ഈക്വൽ ടു E കോമൺ ആണ്, E into NE VDE പ്ലസ് NH VDH. ഇതാണ് കറണ്ട് ഡെൻസിറ്റിയുടെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയത്. കറണ്ട് ഡെൻസിറ്റിയുടെ എക്സ്പ്രഷൻ കിട്ടി. പക്ഷെ നമുക്ക് കിട്ടിയ കറണ്ട് ഡെൻസിറ്റി ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ടൈമിലാണ് കിട്ടിയത്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് മൊബിലിറ്റിയുടെ ടൈമിൽ ഇതിനെ മാറ്റണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലേ, മൊബിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ആണ് മൊബിലിറ്റി. ദെയർഫോർ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് മൊബിലിറ്റി ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി മക്കളെ. ഇത്രയേ ഉള്ളെന്നേ. ജെ വെക്ടർ ഈക്വൽ ടു E ഇൻറ്റു NE VDE എന്ന് പറയുന്നത് മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് NH ഇൻറ്റു VDH എന്ന് പറയുന്ന മൊബിലിറ്റി ഓഫ് ഹോൾ ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ്. സോ ദിസ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ കറണ്ട് ഡെൻസിറ്റി. അപ്പോൾ കറണ്ട് ഡെൻസിറ്റിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് E ഇൻറ്റു NE ഇൻറ്റു μE പ്ലസ് NH ഇൻറ്റു μH. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. അപ്പോൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ NE എന്ന് പറയുന്നതും NH എന്ന് പറയുന്നതും ഈക്വൽ ടു NI ആണ്. സോ ദിസ് എക്സ്പ്രഷൻ ഷോർട്ടൻഡ് ആസ് ജെ വെക്ടർ ഈക്വൽ ടു EE ഇൻറ്റു NE NH NI ആയിട്ടെടുത്തു, NI ഇൻറ്റു മിച്ചം വരുന്നത് μE പ്ലസ് μH. ആൻഡ് ദറ്റ് ഈസ് ദി ഫൈനൽ റിസൾട്ട്. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 1. ഓക്കെ. അപ്പം അങ്ങനെ നമ്മളൊരു ചെറിയ ഡെറിവേഷനും അവിടെ പരിചയപ്പെടുകയുണ്ടായി. നൗ അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ജെർമേനിയം സ്പെസിമെൻ ഈസ് ഡോപ്ഡ് വിത്ത് അലുമിനിയം. അലുമിനിയം വെച്ചാണ് ഡോപ്പിംഗ് നടത്തിയിരിക്കുന്നത്. The concentration of acceptor atom is 10 raised to 21 atoms per meter cube. Given that intrinsic concentration of electron hole pair is 10 raised to 19 per meter cube. The concentration of electrons in the specimen എത്ര എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജെർമേനിയം സ്പെസിമെൻ ഈസ് ഡോപ്ഡ് വിത്ത് അലുമിനിയം എന്നാണ്, ഇത് അലുമിനിയമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജെർമേനിയം അലുമിനിയം വെച്ച് ഡോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അലുമിനിയം ട്രൈവാലൻ്റ്. അപ്പം ഇത് P ടൈപ്പ് സെമി കണ്ടക്ടറാണ്. കോൺസെൻട്രേഷൻ ഓഫ് അക്സെപ്റ്റർ ആറ്റം P ടൈപ്പ് എന്ന് പറയുമ്പോൾ അക്സെപ്റ്റർ ആറ്റം ഹോളാ. സോ ഇത് NH ആണ്. അപ്പം അക്സെപ്റ്റർ ആറ്റത്തിൻ്റെ ആ നമ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഹോളിൻ്റെ എണ്ണത്തിനോട് ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് NH. അപ്പോൾ ഗിവൺ ഒന്ന് സെമി കണ്ടക്ടർ P ടൈപ്പ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. NH ആണ് 10⁻21 തന്നിരിക്കുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തു. ആക്ച്വലി അക്സെപ്റ്റർ ആറ്റം അപ്രോക്സിമറ്റ്ലി ഈക്വൽ ടു NH ഈക്വൽ ടു 10⁻21. ഇൻട്രിൻസിക് കരിയർ കോൺസെൻട്രേഷൻ NI എന്ന് പറയുന്നത് 10⁻90. കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ പഠിച്ചു എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ ലോ ഓഫ് മാസ് ആക്ഷൻ ഈസ് NE NH ഈക്വൽ ടു NI സ്ക്വയർഡ് ആണ്. അത് P ടൈപ്പ് ആയാലും N ടൈപ്പ് ആയാലും റിലേഷൻ ഇപ്രകാരം തന്നെ. കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് NE ആണ്. NE ഈസ് ഈക്വൽ ടു NI സ്ക്വയർ ഡിവൈഡഡ് ബൈ NH ആണ്.
Ni വാല്യൂ എത്രയാ 10⁻19 all square divided by nh എത്രയാ 10⁻21 10⁻19 10⁻38 ആയി സ്ക്വയർ ചെയ്യുമ്പോൾ 10⁻21 that is equivalent to 10⁻17. So the correct option എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ് ആൻസർ. Okay. Now next question. The electrical conductivity of an intrinsic semiconductor at 0 Kelvin ആണ്. ഞാൻ മുമ്പേ ഒരു ഇത്തിരി തിയറി എക്സ്പ്ലെയിൻ ചെയ്ത ടൈമിൽ പറഞ്ഞായിരുന്നു 0 കെൽവിനിൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്തായിട്ടാണ് ബിഹേവ് ചെയ്യുക? ഇൻസുലേറ്റർ ആയിട്ടാണ് ബിഹേവ് ചെയ്യുക. ഇൻസുലേറ്റർ ആണ് അറ്റ് 0 കെൽവിൻ. ഇനി ടെമ്പറേച്ചർ കൂടി 300 കെൽവിനിൽ എത്തി എന്ന് വിചാരിക്കുക. 300 കെൽവിനിലാണ് എന്നുണ്ടെങ്കിൽ സെമി കണ്ടക്ടർ കണ്ടക്ടറായിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇവിടെ വെക്കേണ്ട പോയിന്റ് സെമി കണ്ടക്ടർ ബിഹേവ്സ് ആസ് ഇൻസുലേറ്റർ ആൻഡ് കണ്ടക്ടർ. സെമി കണ്ടക്ടർ ഇസ് എ കണ്ടക്ടർ. എപ്പോൾ സെമി കണ്ടക്ടർ ആക്ട് ആസ് ഇൻസുലേറ്റർ അറ്റ് 0 കെൽവിൻ ആൻഡ് കണ്ടക്ടർ അറ്റ് ബിക്കം 300 കെൽവിൻ. അപ്പോൾ സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി കൂടുന്നു. കണ്ടക്ടിവിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സിഗ്മ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഇൻ കേസ് ഓഫ് സെമി കണ്ടക്ടർ. ഇപ്പോൾ 0 കെൽവിനിൽ സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇൻസുലേറ്റർ ആയിരിക്കും. ഇൻസുലേറ്റർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. Pure silicon at 300 Kelvin has equal electron and NH concentration of തന്നിട്ടുണ്ട്. Doping by indium increases NH. indium എന്ന് പറയുമ്പോൾ ട്രൈവാലൻ്റ് ആണ്. ആയതുകൊണ്ട് ഈ സെമി കണ്ടക്ടർ എന്തായിട്ട് മാറുന്നു? പി ടൈപ്പ് ആയിട്ട് മാറുന്നു. ദെൻ ഇൻ ഡോപ്ഡ് സിലിക്കൺ. അപ്പം ഇവിടെ നമ്മൾക്ക് തന്നിട്ടുണ്ട് Ni ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ Ne ഈക്വൽ ടു NH ഈക്വൽ ടു Ni ആണ്. അത് 1.5 × 10⁻16 per meter cube ആണ് Ni. ഇനി അടുത്ത NH നമുക്ക് തന്നിരിക്കുന്നു 4.5 × 10⁻22 ആണ്. ചോദിച്ചിരിക്കുന്നത് Ne കണ്ടുപിടിക്കാനാണ്. അക്കോർഡിംഗ് ടു ലോ ഓഫ് മാസ് ആക്ഷൻ നമ്മൾ കണ്ടിരുന്നു NH എന്ന് പറയുന്നത് Ni squared. Therefore Ne is equal to Ni squared divided by NH ആണ്. Ni value 1.5 × 10⁻16 the whole square. NH value എത്രയാ? 4.5 × 10⁻22 that is 1.5 the whole square എന്ന് പറയുമ്പോൾ 2.25 × 10⁻32 divided by 4.5 അത് 0.45 × 10⁻23 ആയി. അത് 10⁻−23 എന്നായി. 2.25 ഡിവൈഡഡ് ബൈ 10.45 അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 5 × 10⁻32 പ്ലസ് -23 എന്ന് പറയുമ്പോൾ 10⁻9. 5 × 10⁻9. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. Now our next question. Determine the number density of donor atoms which have to be added to an intrinsic germanium semiconductor to produce an n-type semiconductor of conductivity 5 ohm inverse centimeter inverse. Given that mobility of electron in n-type germanium is 3900 centimeter squared per volt second. Neglect contribution of holes to conductivity. അപ്പോൾ കണ്ടക്ടിവിറ്റിയുടെ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിരുന്നു. സിഗ്മ ഈസ് ഈക്വൽ ടു E × Ne × μe. ദറ്റ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ കണ്ടക്ടിവിറ്റി ഓഫ് ഏത് ടൈപ്പ് സെമി കണ്ടക്ടറാണ്? എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. ഇതിൽ നിന്ന് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് നമ്പർ ഡെൻസിറ്റി ഓഫ് ഡോണർ ആറ്റം ND ആണ്. ആക്ച്വലി അത് നമ്പർ ഓഫ് ഇലക്ട്രോൺ തന്നെയല്ലേ? ഓരോ ഡോണർ ആറ്റം ആഡ് ചെയ്യുമ്പോൾ ഓരോ ഇലക്ട്രോൺസ് ഫോം ചെയ്യപ്പെടുമെന്നുള്ളത് നമുക്ക് അറിയാം.
അപ്പോൾ ഓരോ ഡോണർ ആറ്റംസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഇലക്ട്രോൺസ് എത്ര അത് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി, അതായിരിക്കും ഡോണർ ആറ്റം. അപ്പോൾ ഇനി കണ്ടുപിടിക്കണം വട്ട് ഈസ് എക്സ്പ്രഷൻ സിഗ്മ ഡിവൈഡഡ് ബൈ ഇ ഇൻറ്റു മ്യൂ ഇ. യെസ്, അപ്പോൾ നമുക്ക് NE സിഗ്മയുടെ എക്സ്പ്രഷൻ എത്രയാണ്? സിഗ്മ കണ്ടക്ടിവിറ്റി 5 ഡിവൈഡഡ് ബൈ ഇയുടെ വാല്യൂ 1.6 ഇൻറ്റു 10⁻⁻⁹ ഇൻറ്റു മ്യൂ ഇ മൊബിലിറ്റി 3900. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 8.01 ഇൻറ്റു 10⁻15 ആണ്. 10⁻15 യൂണിറ്റ് വരുമ്പോൾ ഇത് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്, ഇത് സെൻറ്റിമീറ്റർ സ്ക്വയർഡ്, ഇത് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് നിൽക്കുന്നു, ഇത് സെൻറ്റിമീറ്റർ സ്ക്വയർഡിൽ നിൽക്കുന്നു. നെറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് 1/cm³. അപ്പോൾ ഈ ആൻസർ കിട്ടുന്നത് പെർ സെൻറ്റിമീറ്റർ ക്യൂബിലാണ്. സോ നമ്മൾ അവിടെ നിന്ന് ഈ നമ്പർ ഡെൻസിറ്റി ഓഫ് ഡോണർ ആറ്റം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയോ അത് തന്നെയാണ് ഡോണർ ആറ്റം ഡെൻസിറ്റി എന്നുള്ളതും നമ്മൾ തിരിച്ചറിഞ്ഞു. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, distinguish between n-type and p-type semiconductors on the basis of energy band diagram. എനർജി ബാൻഡ് ഡയഗ്രത്തെ അടിസ്ഥാനമാക്കി n-type p-type സെമികണ്ടക്ടർ. ഒന്ന് വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ് n-type സെമികണ്ടക്ടറിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഫോർബിഡൻ റീജിയനിലെ സെൻട്രലാണ് നമ്മുടെ ഫെർമി ലെവൽ കാണപ്പെടുക. ഫെർമി ലെവൽ n-type ആണോ ഡൊണേറ്റീവ് ഇലക്ട്രോൺസ് കറസ്പോണ്ടിങ് എനർജി ലെവലിനെ വിളിക്കുന്ന പേരാണ് ഡോണർ ലെവൽ. ലൈസ് ജസ്റ്റ് ബിലോ ദി കണ്ടക്ഷൻ ബാൻഡ് ആണ്. അപ്പോൾ ഡോണർ ലെവൽ ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഏത് ലെവൽ ഷിഫ്റ്റ് ചെയ്യും? ഫെർമി ലെവൽ ഷിഫ്റ്റ് ടുവേഴ്സ് കണ്ടക്ഷൻ ബാൻഡിൻ്റെ സൈഡിലേക്ക്. ഇത് കണ്ടക്ഷൻ ബാൻഡ്, ഇത് വാലൻസ് ബാൻഡ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏത് സെമി കണ്ടക്ടറിൻ്റെ കേസിലെയാണ് പഠിച്ചത്? ഇത് നമ്മൾ പറഞ്ഞത് n-type സെമി കണ്ടക്ടർ. അപ്പോൾ p-type സെമി കണ്ടക്ടറിൽ അങ്ങനെ വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്, ഫോർബിഡ് എനർജി ഗ്യാപ്പ്, ഫെർമി ലെവൽ, കൂടാതെ ഒരു അക്സെപ്റ്റർ ലെവലാണ് കാണപ്പെടുന്നത്. അക്സെപ്റ്റർ ലെവൽ വാലൻസ് ബാൻഡിന് തൊട്ട് മുകളിലായിട്ടാണ് അക്സെപ്റ്റർ ലെവൽ കാണപ്പെടുക. ഫെർമി ലെവൽ ഈ അക്സെപ്റ്റർ ആറ്റം ആഡ് ചെയ്യുന്നതിന് മുൻപ് ഫെർമി ലെവൽ എവിടെ തന്നെ അറ്റ് ദി മിഡിൽ ഓഫ് ഫോർബിഡൻ റീജിയൻ. അക്സെപ്റ്റർ ആറ്റം ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ഷിഫ്റ്റ് ചെയ്യും. എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്തത്? ഷിഫ്റ്റ് ടുവേഴ്സ് ഏത് ബാൻഡിലേക്കാണ്? വാലൻസ് ബാൻഡിലേക്കാണ്. ടോപ്പ് മോസ്റ്റ് എനർജി ബാൻഡ് ഈസ് നോൺ ആസ് കണ്ടക്ഷൻ ബാൻഡ്. ഇപ്പോൾ നമ്മൾ n-type സെമി കണ്ടക്ടറിൻ്റെയും p-type സെമി കണ്ടക്ടറും തമ്മിലുള്ള വ്യത്യാസം എനർജി ബാൻഡ് ഡയഗ്രാത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് n-type സെമി കണ്ടക്ടറിൽ പുതിയതായിട്ട് ഫോം ചെയ്യുന്ന എനർജി ലെവലിൻ്റെ പേര് ഡോണർ ലെവൽ. അത് കാണപ്പെടുക കണ്ടക്ഷൻ ബാൻഡിൻ്റെ തൊട്ട് താഴെയായിട്ടാണ്. അത് p-type സെമി കണ്ടക്ടറിൽ പുതിയതായിട്ട് ഫോം ചെയ്യപ്പെടുന്നത് അക്സെപ്റ്റർ ലെവൽ. അത് കാണപ്പെടുന്നത് വാലൻസ് ബാൻഡിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ്. പിന്നീട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഈ രണ്ട് എനർജി ലെവലിൽ, രണ്ട് സെമി കണ്ടക്ടറിലും ഈ ഫെർമി ലെവലിന് വ്യത്യാസം, ഷിഫ്റ്റിംഗ് ഉണ്ടാവും. അത് ഇൻട്രിൻസിക് പ്യുവർ സെമി കണ്ടക്ടറിലാണെങ്കിൽ ഫെർമി ലെവൽ ലൈസ് അറ്റ് ദി മിഡിൽ ഓഫ് ഫോർബിഡൻ റീജിയൻ. ബട്ട് ഇൻ കേസ് ഓഫ് n-type സെമി കണ്ടക്ടർ ഫെർമി ലെവൽ ഷിഫ്റ്റ് ടുവേഴ്സ് കണ്ടക്ഷൻ ബാൻഡ്, മുകളിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അത് p-type സെമി കണ്ടക്ടറിൻ്റെ കേസിൽ ഫെർമി ലെവൽ ഷിഫ്റ്റ് ടുവേഴ്സ് വാലൻസ് ബാൻഡ്. അത് ഇത്ര ഓർത്താൽ മതിയേ. ഈ പുതിയതായി ഫോം ചെയ്യുന്ന എനർജി ലെവൽ എവിടെയാണോ ആ സൈഡിലേക്കായിരിക്കും ഫെർമി ലെവൽ ഷിഫ്റ്റിംഗ് ഉണ്ടാവുക. സോ വി കൺക്ലൂഡ് ദാറ്റ് in an n-type semiconductor the donor level lies just below the conduction band, but in case of p-type semiconductor നമ്മൾ എന്തോന്നാ പറയുന്നത്? ദി അക്സെപ്റ്റർ ലെവൽ ലൈസ് ജസ്റ്റ് അബവ് ദി വാലൻസ് ബാൻഡ്. ആ കൺസെപ്റ്റും അവിടെ ഓർത്തിരിക്കുക. അടുത്ത ഒരു ചോദ്യം കൂടി നമുക്ക് കാണാം. എ സെമി കണ്ടക്ടർ ഈസ് നോൺ ടു ഹാവ് an electron of concentration 8 into 10⁻13 per cm³. അത് Ne ആണ്. and hole concentration 5 into 10⁻12 എന്നുള്ളൂ. അത് NH ആണ്. NH.
അപ്പോൾ ഇലക്ട്രോണിൻ്റെ കോൺസെൻട്രേഷനും ഹോളിൻ്റെ കോൺസെൻട്രേഷനും കമ്പയർ ചെയ്യുമ്പോൾ ഹോൾ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോൾ ഈ സെമി കണ്ടക്ടർ ഏതാണ്? PN ടൈപ്പാണ്. കാരണം എന്താണ്? Ne ഈസ് ഗ്രേറ്റർ ദാൻ NH. മനസ്സിലാക്കി. What is the resistivity of this sample if the electron mobility is 23,000 and the hole mobility is 100 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ രണ്ടും ഉള്ള സ്ഥിതിക്ക് നമ്മൾ മറ്റേ കണ്ടക്ടിവിറ്റിയുടെ എക്സ്പ്രഷൻ എഴുതുമ്പോൾ എങ്ങനെ വരണം? E ഇൻറ്റു Ne mu E പ്ലസ് NH mu H. ഇങ്ങനെയാണ് ഫോർമുല. അപ്പോൾ ആദ്യം കണ്ടക്ടിവിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റിയുടെ എക്സ്പ്രഷൻ 1/σ എന്ന് നമ്മൾ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ ആദ്യം സിഗ്മ കണ്ടുപിടിക്കാം. ഇയുടെ വാല്യൂ 1.6 ഇൻറ്റു 10⁻⁻19 Ne 8 ഇൻറ്റു 10⁻13 mu E മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ 23,000 പ്ലസ് NH എത്രയാണ്? 5 ഇൻറ്റു 10⁻12 ഇൻറ്റു mu H എന്ന് പറയുന്നത് 100 ആണ്. 100. ഓക്കെ, 100. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 3.395 റെസിസ്റ്റിവിറ്റിയാണ്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ഓം പെർ ഓം സെൻറ്റിമീറ്റർ. ആ വാല്യൂ നമുക്ക് കിട്ടുന്നത് ഓം സെൻറ്റിമീറ്ററിലാണ്. സോ ദാറ്റ് ഈസ് ദി ആൻസർ. അപ്പോൾ ആ ചോദ്യത്തിൽ 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 2ൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പരിചയപ്പെടേണ്ടിയിരുന്നത്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എ സെമി കണ്ടക്ടർ H ഈസ് മെയ്ഡ് ബൈ ഡോപ്പിംഗ് എ ജെർമേനിയം ക്രിസ്റ്റൽ വിത്ത് ആർസനിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആർസനിക് എന്ന് പറയുമ്പോൾ പെൻറ്റാവാലൻ്റ് ആണ്. പെൻറ്റാവാലൻ്റ് എന്ന് പറയുമ്പോൾ അത് N ടൈപ്പ് ആയിട്ട് മാറും അല്ലേ? അപ്പോൾ H ഈസ് എന്തായിട്ട് മാറാൻ പോവുകയാണ്? N ടൈപ്പ്. ആൻഡ് സെക്കൻഡ് സെമി കണ്ടക്ടർ ഈസ് മെയ്ഡ് ബൈ ഡോപ്പിംഗ് ജെർമേനിയം വിത്ത് ഇൻഡിയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഡിയം എന്ന് പറയുമ്പോൾ ട്രൈവാലൻ്റ് അല്ലേ? ട്രൈവാലൻ്റ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ Y എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? P ടൈപ്പ് സെമി കണ്ടക്ടർ ആയിട്ട് മാറുന്നു. ദി ടു ആർ ജോയിൻഡ് end to end and connected to a battery as shown. Which of the following statement is correct? ഇപ്രകാരം ബാറ്ററി കണക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് പറയാം ഈ H എന്ന് പറയുന്നത് N ടൈപ്പ് ആണെന്ന് ഇവിടുന്ന് നമ്മൾ മനസ്സിലാക്കി. Y എന്ന് പറയുന്നത് P ടൈപ്പ് ആണെന്നും ഇവിടുന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ Y P ടൈപ്പ്, H N ടൈപ്പ്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പം Nൻ്റെ സൈഡിൽ പോസിറ്റീവും Pയുടെ സൈഡിൽ നെഗറ്റീവുമാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് ഏത് ബയാസിങ് ആയിട്ട് മാറും? നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നേ. നമ്മൾ ഇങ്ങനെയല്ലേ പഠിച്ചിരിക്കുന്നത്? PN ജംഗ്ഷൻ ഇവിടെ ഇങ്ങനെയാണ് കണക്ഷൻ എന്നുണ്ടെങ്കിൽ Pയിൽ പോസിറ്റീവ് Nൽ നെഗറ്റീവുമാണ് എങ്കിൽ ഇതിനെ ഫോർവേഡ് ബയാസിങ് എന്നും, നേരെ തിരിച്ച് PN ഇങ്ങനെ എടുക്കുമ്പോൾ Pയിൽ നെഗറ്റീവും Nൽ പോസിറ്റീവുമാണ് എന്നുണ്ടെങ്കിൽ Nൽ പോസിറ്റീവ് നേരെ തിരിഞ്ഞാണ് എങ്കിൽ ഇതിനെ ഏത് ബയാസിങ് എന്ന് പറയും? റിവേഴ്സ് ബയാസിങ് എന്നും പറയും. അപ്പോൾ ഫോർവേഡ് ബയാസിങ്, റിവേഴ്സ് ബയാസിങ്. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം Pയിൽ നെഗറ്റീവ് Nൽ പോസിറ്റീവുമാണ്. അപ്പോൾ ഇത് ഏത് ബയാസിലാണ്? റിവേഴ്സ് ബയാസിലാണ്. അപ്പോൾ H ഈസ് N ടൈപ്പ്, Y ഈസ് P ടൈപ്പ്, ജംഗ്ഷൻ ഈസ് റിവേഴ്സ് ബയാസ്ഡ്. സോ ദി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2. ഓപ്ഷൻ 2 ആണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സിൽ അത്യാവശ്യം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ് വഴി ഡിസ്കസ് ചെയ്തു. തീർച്ചയായിട്ടും നമ്മൾ എഴുതാൻ പോകുന്ന ബോർഡ് പരീക്ഷകൾക്ക് ഉപകാരപ്രദമാവുന്ന ക്വസ്റ്റ്യൻസ് ഇതിനുള്ളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ ആൻസേഴ്സ് എപ്രകാരമാണ് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ചാപ്റ്ററിൻ്റെ ഒരു ചെറിയ ഓവർവ്യൂ, ചാപ്റ്ററിൻ്റെ ആദ്യത്തെ പാർട്ടിൻ്റെ ഓവർവ്യൂ നമുക്ക് ലഭ്യമായി. അത് ബോർഡ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ക്വസ്റ്റ്യൻസ് വഴി കൂടെ ഏതാനും ചില MCQ പാറ്റേൺ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും നമുക്കറിയാലോ. ബോർഡ് പരീക്ഷയിൽ കുറച്ച് ചോദ്യങ്ങൾ നമ്മളുടെ ഈ പറഞ്ഞ MCQ പാറ്റേണിൽ വരാനുള്ള സാധ്യത മുൻ വർഷങ്ങളിലെ പോലെ തന്നെ. അപ്പോൾ നൽകിയ ക്വസ്റ്റ്യൻസൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നോക്കി വായിച്ച് ചെയ്ത് പഠിച്ച് ഒരുങ്ങി ബോർഡ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ, പ്രത്യേകിച്ച് ഫിസിക്സ് സബ്ജക്റ്റിൽ കരസ്ഥമാക്കുവാൻ എല്ലാവർക്കും ഇടയാവട്ടെ. എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു.